ഹായ് ഗൈസ്, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഈ വർഷത്തെ അവസാനത്തെ ബാച്ചാണ് ഞങ്ങൾ ടൈലറിങ് ബാച്ച്. അവരുടെ എക്സാം ഡേ ആണ് ഇന്ന്. അപ്പോൾ എക്സാം കഴിഞ്ഞവർ നമ്മുടെ ഇവിടെ എന്താ പറയുക ചെടിയൊക്കെ നടുന്നുണ്ട് കേട്ടോ. നമ്മൾ കുഞ്ഞിബിയാണ് മെയിനായിട്ട് ചെടി കൊണ്ടുവന്നേ. ഞാൻ കാണിച്ചു തരാം കേട്ടോ അവരെ. ഇതാണ് കുഞ്ഞിബി. എന്താ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയാനുള്ളേ? പറഞ്ഞോ. ഭയങ്കര സന്തോഷം, നല്ലൊരു സ്ഥാപനം, എന്താ സൈലന്റ് ഏരിയ, എന്തായാലും എന്തുകൊണ്ടും നല്ലത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നെ ഒരു ജീവിതത്തിൽ ഇടാൻ വരാൻ പറ്റില്ലല്ലോ, അന്ന് പോകുന്നല്ല പഠിക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്? നല്ലതാ, 100% നല്ലത് പറയാനുള്ളൂ. നല്ല മാംമാര്, ലിൻഡ മാം, സിജി മാം. നന്നായിട്ട് എക്സാം ഒക്കെ എഴുതിയോ? ഒരുപാട് എഴുതി, കിട്ടിയിട്ടാണ് അറിയാൻ. ഇനി എന്താ പ്ലാൻ? എന്താ സംരംഭം തുടങ്ങണം സ്വന്തമായിട്ട്. അതെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇവരെ ഓരോരുത്തർ നമ്മുടെ ഇവിടുത്തെ എന്താ പറയുക ചെറിയൊരു ഗാർഡൻ ഏരിയ ആണ്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്? ഇങ്ങോട്ട് നോക്ക്. നല്ല ക്ലാസ്സാ? ഇവിടുന്ന് പോവാൻ തോന്നുന്നുണ്ടോ? ഒരു മാസം കൂടി വേണം തോന്നുന്നുണ്ടാ? അതെയാ. ശരണ്യ, എന്താണ് പറയാനില്ലേ? ഓക്കെ. നിവ്യല്ലേ ഇത്? പറഞ്ഞോ നിവ്യ. ഹാപ്പിയാണോ ക്ലാസ് കഴിഞ്ഞിട്ട്? ഓക്കെ. ഇത് നമ്മുടെ ലിജിന. പറഞ്ഞോ ലിജിന, എന്താണ് പറയാനില്ലേ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച്? ഒരു മാസം കൂടി വേണം തോന്നിപ്പോയി. നമ്മുടെ എന്താ പറയുക ക്ലാസ്സിലെ ഒരു എന്താ പറയുക അനിത എന്നല്ലേ പേര്? അനിതയാണ്. അനിത, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്ലാസ്? നല്ല ക്ലാസ് ആയിരുന്നു ടീച്ചറെ. എനിക്ക് ഒന്നും അറിയാതെയാണ് ഞാൻ ഇവിടെ വന്നത്. തയ്യൽ മെഷീനിൽ എഴുതുന്നിട്ട് പോലും ഇല്ല, ഇവിടെ വന്നിട്ടാണ് ഇരുന്നത്. ടീച്ചർ നന്നായിട്ട് പറഞ്ഞു തന്നു, ഓരോ കാര്യങ്ങൾ നന്നായി പറഞ്ഞു തന്നു. അതുകൊണ്ട് കുറേയൊക്കെ മനസ്സിലാക്കി. ഇനിയും കൂടുതൽ പഠിക്കണം. ഇത് നമ്മൾ ഏതായാലും ചെടി നടാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കണിക്കൊന്നയാണേ. കണിക്കൊന്നതാ നമ്മൾ ഏപ്രിലായി നന്നായിട്ട് പോത്തിട്ടുണ്ടേ. ഉണ്ടാ ഇങ്ങനെ കാണുന്നതാണ് ക്യാൻറ്റീൻ. ഇത് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫ്രണ്ട് വശത്തുള്ള കണിക്കൊന്ന. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ എന്താ പറയുക പകുതി ടീമിൻ്റെ എക്സാം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കഴിയാത്തവരോട് നമുക്കൊന്ന് ചോദിക്കാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച്. പറഞ്ഞോ മഞ്ജു. വളരെ നല്ല അഭിപ്രായമാണ്. കാരണം വെച്ചാൽ നമ്മ വരുമ്പോൾ ഉണ്ടായ ആ ഒരു മനോഭാവമല്ല എനിക്കിപ്പോൾ വെച്ചാൽ ഇത്രയും നല്ല നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു ഇത് ഞാൻ എൻ്റെ അറിവിലില്ല. എന്നുവെച്ചാൽ അത്രയും മനോഹരമായിട്ടാണ് സ്റ്റിച്ചിങ്ങും എല്ലാം വൃത്തിക്ക്. വെച്ചാൽ എനിക്ക് അളവെടുക്കാൻ പോലും അറിയുന്നുണ്ടായിട്ടില്ല. ഇവിടെ വന്ന പിന്നെ ഇപ്പോൾ ആര് വന്നാലും മുമ്പിൽ എത്ര തടിച്ചവർ വന്നാലും മെലിഞ്ഞവർ വന്നാലും കൃത്യമായിട്ട് അളവെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തന്നെ കൊണ്ട് പറ്റും. അതിന് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഭയങ്കര താങ്ക്സ്. ഓക്കെ. അപ്പോൾ മനീഷ, ശ്രീലക്ഷ്മി, എന്താ ശ്രീലക്ഷ്മി പറയാനില്ലേ? എക്സാം പൊളിയായിരുന്നു. എക്സാം കഴിഞ്ഞല്ലേ? പിന്നെ ഇവിടെ വന്നിട്ട് അടിക്കാൻ പഠിച്ചു മെയിനായിട്ട്. ഇപ്പൊ ഏത് ഡിസൈൻ പറഞ്ഞെങ്കിൽ സംശയമില്ലാതെ അടിക്കാം. ഓക്കെ. ഇത് ശാന്തിപ്രിയയാണ്. അപ്പോൾ ശാന്തിപ്രിയ മലയാളിയല്ല, പക്ഷെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ മലയാളവും കുറേ ഭാഷകളൊക്കെ പഠിച്ചു അല്ലേ? എന്തൊക്കെ ഭാഷകൾ അറിയാം? കന്നഡ, തമിഴ്, മലയാളം അറിയാം. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ ക്ലാസ്? ഇവിടുത്തെ ക്ലാസ് എൻ്റെ ഭാവിയിൽ ഇനിയും എൻ്റെ നല്ല ഓർമ്മയാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പുറത്ത് പഠിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര കിട്ടില്ല. തയ്യലിൻ്റെ പരിശീലനത്തിന് ഇവിടെ നല്ല പരിശീലനമാണ്. ഞാൻ നല്ല രീതിയിൽ പഠിച്ചു. ഇനി ഇതിൻ്റെ ഞാൻ മുന്നോട്ട് പോകുന്ന എനിക്കൊരു ഇതുണ്ട്. എന്തെങ്കിലും പഠിച്ചിട്ട് ഷോപ്പ് തുടങ്ങും അല്ലേ? ഓക്കെ. എന്താണ് നമ്മുടെ ലാസ്റ്റ് ലീഡർ അല്ലേ? എന്താണ് ദർശന പറയാനുള്ളത്? പറയാനുള്ളത് വെച്ചാൽ എനിക്ക് കുറച്ചെല്ലാം അറിയാമായിരുന്നു സ്റ്റിച്ച് ചെയ്യാൻ. യൂട്യൂബൊക്കെ നോക്കിയിട്ട് അറിയാം. പക്ഷെ അളവെടുക്കേണ്ടത് എങ്ങനെ ബാക്കിയുള്ള കാര്യമൊന്നും അറിയുന്നതായിട്ട്. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആകുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെ വൃത്തിയിലെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ റെക്കോർഡും കാര്യം ഉള്ളതുകൊണ്ട് അത് നോക്കിയിട്ട് വൃത്തിയിൽ അടിക്കാൻ പറ്റുന്നൊരു വിശ്വാസമുണ്ട്. പിന്നെ ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ട് പറയാമെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും പൈസ കൊടുത്ത് പഠിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഏതൊരാൾക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ വന്നൊന്ന് ജസ്റ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ വൃത്തിയിൽ പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ പരീക്ഷ കഴിയാൻ ബാക്കിയുള്ളവരാണ് ഇവർ.
അല്ലേ? പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. ഇതുവരെ കഴിഞ്ഞാൽ നല്ല വിശ്വാസം ഓക്കെ.